കനത്ത മഴയിൽ കേരളത്തിലെ പലയിടത്തും അപകടങ്ങൾ തുടരുകയാണ്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ കെട്ടിടം തകർന്നു വീണു. കടയിലെ ജീവനക്കാരായ 3 പേർ കെട്ടിടം വീഴുന്നത് കണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വിവരങ്ങളുമായി സൂര്യ സുജി ചേരുകയാണ്. സൂര്യ, എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? കനത്ത മഴയിൽ ബേപ്പൂർ ചെറുവണ്ണൂരിലെ പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് ഈ സംഭവം. ചെറുവണ്ണൂർ അങ്ങാടിയിലെ പുതിയ പറമ്പത്ത് ആണ് ഈ അപകടം സംഭവിച്ചത്. അബ്ദുൾ ഹക്കീമിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. എന്നാൽ ഇവിടെ ഈ കട നടത്തുന്നത് ഇർഷാദ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ വളർത്തു പക്ഷികളെ വളർത്തുന്ന ഒരു കടയാണ് ഇത്. പഴക്കം ചെന്ന, അതായത് ചെറുവണ്ണൂരിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് ഇന്ന് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നത്. 3 ജീവനക്കാർ ഈ കെട്ടിടത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇവർ ഈ തകർന്ന് വീഴുന്നത് ഇവർക്ക് നേരത്തെ കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ ജീവനക്കാർ 3 പേരും ഒരു സമയത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടമാണ് പൂർണ്ണമായും ഒഴിഞ്ഞു പോയത്. ഈ വളർത്തു പക്ഷികൾ ഈ കെട്ടിടം വീണതിനെ തുടർന്ന് അവ മുഴുവനായും ചത്തൊടുങ്ങിയിട്ടുണ്ട്. രുചീഷ്. ശരി സൂര്യ, അതോടൊപ്പം മാവൂരിലും അപകടമുണ്ടായി. ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സൂര്യ സുജി തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യ, മാവൂരിലെ ഈ ഇലക്ട്രിക് ലൈനിന്റെ അപകടം അത് മുറിച്ചു മാറ്റാനായിട്ടുണ്ടോ മരം? വൻമരം കടപുഴകി വീണത്. ഈ കനത്ത മഴയെ തുടർന്ന് കോഴിക്കോടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ടായിരുന്നു. രാവിലെ ഓടുന്ന ബസ്സിന് മുകളിൽ അടക്കം ഈ മരം കടപുഴകി വീണിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ഇലക്ട്രിക് ലൈനിന് മുകളിൽ, ഈ മാവൂരിലെ ഇലക്ട്രിക് ലൈനിന് മുകളിൽ മരം വീണത്. ഇപ്പോൾ മുക്കത്തു നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരം പൂർണ്ണമായും മാറ്റിയിട്ടില്ല, മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രുചീഷ്. ശരി സൂര്യ.